എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഉസ്താദിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ ജനിച്ചിട്ടുണ്ട്. ഒന്ന് കേൾക്കാൻ കേട്ടോ. നമസ്കാരം, ശ്രീജനായാണ്. ആദ്യത്തെ വീഡിയോ ജനായി മറുപടി പറയാൻ വേണ്ടി അയ്യോ. തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട MA യൂസഫ് അലി സാഹിബ്, അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, RV ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താൻ്റെ കോനോത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാനും ക്രിസ്ത്യാനിക്കും പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉസ്താദ് ചോദിച്ച ചോദ്യം. എത്ര അർത്ഥവത്തായിട്ടുള്ള ചോദ്യം എന്നൊക്കെ ഞാൻ പറയും. കാരണം ആ ഒരു തൃശ്ശൂർ പൂരത്തിന് ആ ഒരു വെടിമരുന്ന് നിർമ്മാണശാലയിൽ മരണപ്പെട്ടവർ മുഴുവൻ ഹിന്ദുക്കളാണ്. നോക്കൂ, ഈ പറയുന്ന ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ഒരുത്തം പോലും 1 രൂപ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു ധനസഹായമായിട്ട് ആ മരണപ്പെട്ടവർ വീട്ടിലേക്ക് പരുക്ക് പറ്റിക്കെടുക്കുന്നവർക്ക് ഒരു ധനസഹായത്തിന് പേരിൽ 1 രൂപ പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വർഗീയ വർത്താനങ്ങളും പറഞ്ഞു നടക്കും. ഇതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട് കേട്ടോ വേറൊരു പുത്രൻ. പറ മോനെ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയും മോനെ. ഈ ദുരന്തം ഉണ്ടായിട്ട് 1-2 ദിവസമായിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ ഇത്തരത്തിലൊരു വീഡിയോ വരണമെങ്കിൽ, അതായത് സഹായ സംബന്ധമായ വീഡിയോ ആണ്. അതായത് യൂസഫ് അലി സഹായിച്ച് ഹിന്ദുക്കളായ ആ മരിച്ച ആളുകൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് മുസ്ലിമായ യൂസഫ് അലി സഹായിച്ചു. ഹിന്ദുക്കളായ പ്രതീഷ് വിശ്വനാഥ്, ശശികല ടീച്ചർ, അങ്ങനെ പറയുമ്പോൾ ഇവരെന്താണ് സഹായിക്കുക എന്ന് പറഞ്ഞ് അസലും മതപരമായ പോസ്റ്റ്. എന്റെ പൊന്നു സുഹൃത്ത്, ഇത് മതപരമായ പോസ്റ്റ് അല്ല. എന്തിനാണ് ഉസ്താദ് അങ്ങനത്തെ ഒരു പോസ്റ്റ് ചെയ്തതെന്ന് അറിയാവോ? ഇനി അറിയില്ലെങ്കിൽ പൊന്നു മോനെ കേൾക്കണം. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടന്നായിരുന്നു, നന്ദഗോവിന്ദം ഭജൻസ്. ആ ഭജൻസിൽ അവര് അബദ്ധവശാൽ എന്ന് വേണമെങ്കിൽ അബദ്ധവശാൽ ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിപ്പോയി. അപ്പോഴത്തേനും ഹിന്ദുക്കൾ ക്രിസ്ത്യൻ പാട്ട് പാടണ്ട, ക്രിസ്ത്യാനികൾ ഹിന്ദു പാട്ട് പാടണ്ട, മുസ്ലിങ്ങൾ ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിന്റെ പാട്ട് പാടണ്ട, ഇവരങ്ങോട്ടും ഇങ്ങോട്ട് പാട്ടുകളൊന്നും പാടണ്ട എന്ന രീതിയിലുള്ള സംഘിച്ചാപ്പ ഇറക്കാൻ തുടങ്ങിയ സമയത്താണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. ഇവരൊക്കെ ഇങ്ങനെ ഹിന്ദുവിനെ 24 മണിക്കൂർ ഉണർത്താൻ നടക്കുമ്പോൾ ഒരല്പം പണമെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കണ്ടായോ? താനിപ്പോ ഇരുന്ന് ന്യായീകരിക്കുകയാണ്. താൻ അടക്കമുള്ള ആളുകൾ 1 രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഉസ്താദിന്റെ ചോദ്യം. അത് വളരെ നീറ്റായിട്ടുള്ള ചോദ്യമല്ലേ? അതെങ്ങനെ വർഗീയ ചോദ്യം വന്നേ? അപ്പുറത്തുനിന്ന് വർഗീയത എപ്പോഴും പറയുന്ന ആൾക്കാരോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുകയാണ്, ആ ഉണർത്തുന്ന സമയപ്പോ ഈ സമയത്തല്ല ഏറ്റവും നന്നായിട്ട് ഉണർത്തേണ്ടത്. എന്താ നിങ്ങൾ ഉണരാത്തെ? നിങ്ങൾ എന്താ പണം കൊടുക്കാത്തെ? അതേസമയം ഈ ചിന്താഗതി ഒന്നുമില്ലാത്ത യൂസഫ് അലി സാറ് ആ പണം കൊടുക്കുന്നു നിർബാധം. ആർക്കാ പണം കൊടുക്കുന്നത്? വേണമെങ്കിൽ നിങ്ങൾ സംഖ്യകളുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം ഹിന്ദുവിന് പണം കൊടുക്കുന്നു. ഇപ്പൊ അതാണുള്ള പ്രശ്നം അല്ലേ? ഈ ശശികല ടീച്ചർ എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. KP ശശികല, വിദ്യാസാഗർ ഗുരുമൂർത്തി, ബാബു, ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരൊന്നും എന്താണ് പണം പ്രഖ്യാപിക്കാത്ത എന്നുള്ളത് നീറ്റായിട്ട ചോദ്യമാണ്. സംഭവം നടന്നിട്ട് ഇതിനിടയ്ക്ക് ഇത്തരത്തിലൊരു വീഡിയോ ഇടാനുള്ള ചേതോവികാരം എന്താണെന്ന് ഉസ്താദ് ഒന്ന് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കി കഴിഞ്ഞു. എന്റെ പോസ്റ്റൊക്കെ ഒന്ന് കമന്റ് ഇടുന്ന ആളാണ്. വളരെ മാന്യമായിട്ട് കമന്റ് ഇടുന്ന ആളാണ്, മോശമായിട്ടൊന്നുമല്ല. പുള്ളിക്ക് ഞാൻ പറയുന്നതിനെതിരെ വന്നിട്ട് പല സംഭവങ്ങളും കമന്റ് ഇടുന്ന ആളാണ്. ഇദ്ദേഹത്തോടുള്ള ചോദ്യം, എന്തടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇടാനുള്ള ഒരു തനിക്കുണ്ടായ ചേതോവികാരം എന്ന് പറയണം. ഒരു ദിവസമായിട്ടുണ്ടാ ഈ ഒരു അപകടം നടന്നിട്ട്. അതിനകത്ത് ഈ യൂസഫ് അലി മനുഷ്യനായിട്ടൂടെ നിങ്ങൾ അദ്ദേഹത്തെ ഒരു മതപരമായിട്ട് മതത്തിന്റെ ആളായിട്ട് കാണുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ആ മതം നിറഞ്ഞ് കവിയണോണ്ടാണ് അത് മതപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്. യൂസഫ് അലി എന്ന് പറഞ്ഞ ആൾക്കാര് മുസ്ലിങ്ങൾക്ക് എന്റെ പൊന്നു സുഹൃത്തെ, ഈ ഒരു സംഗതി ചെയ്യാനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനിയിപ്പോ എന്റെ കാര്യം എടുക്കാം. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. പക്ഷെ എനിക്ക് പോലും ഞാൻ ആ ഉസ്താദിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാ? അത്രയ്ക്ക് ഭീകരമായ രീതിയിൽ ഈ ഹിന്ദുക്കളെ ഉണർത്തുക എന്ന പറഞ്ഞ പരിപാടിയുമായിട്ട് ഈ വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിലൊക്കെ ഇപ്പൊ ഒരു വർഗീയത പറഞ്ഞു. ഇപ്പൊ പാട്ടിൽ വർഗീയതായി. ഞാനൊക്കെ ജീവിക്കുന്ന എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്തെ അറേബ്യൻ ഫുഡ് കിട്ടുന്ന കടകൾ മുഴുവൻ
നമ്മുടെ ഇന്ത്യൻ NIA എങ്ങടൊക്കെ പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ BJP അപേക്ഷ കൊടുത്തിരിക്കുന്നു. അതായത് മലപ്പുറത്തെ ഭക്ഷണത്തിൽ കയറി ഇടപെടാൻ പോവുകയാണ് ഇപ്പൊ BJP-ക്കാരെന്നർത്ഥം. പച്ചമലയാളത്തിൽ അതാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ഇവര് പാട്ട്, ഭക്ഷണത്തില്, വസ്ത്രത്തില് ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വർഗീയതയോടെ പറയുന്നത് ആരാ? നിങ്ങളാണ്, ഈ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളല്ല കേട്ടോ, സോറി, ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ. എല്ലാ ഹിന്ദുക്കളും സംഖ്യകളൊന്നല്ല. അങ്ങനത്തെ ഞാൻ സംഖ്യ ഉണ്ട്. എല്ലാ ഹിന്ദുക്കളും സംഖ്യ ഒന്നല്ല. ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ സംഖ്യകളല്ല, വളരെ കുറച്ചുള്ളൂ. പക്ഷെ ഇത് 5 എന്തിനാ നാനാഴി എന്നൊക്കെ ചോദിക്കണം. പറയും ഇത് കുറച്ചു മതി, വിഷം കുറച്ചു മതിയല്ലോ, അതാണ് പ്രശ്നം. മാത്രമല്ല എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ആളല്ലേ അദ്ദേഹത്തോട്. പലതരത്തിലുള്ള ആളുകൾ ജീവിക്കണില്ലേ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ബിസിനസ് രക്ഷപ്പെടാൻ വേണ്ടി, ബിസിനസ് വളരാൻ വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും കഷ്ടപ്പെടണില്ലേ? അപ്പൊ അദ്ദേഹത്തെ യൂസഫ് അലിനെ വെറും ഒരു മതത്തിന്റെ ആളായിട്ട് കാണാണ്ട് ഒരു മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം ആദ്യം. പിന്നെ താങ്കളോട് പറയാനുള്ളത്, എന്റെ പൊന്നുമച്ചാനെ, ഈ നമ്മുടെ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ പരിക്കേറ്റ ഒരു 50,000 കൊടുത്ത്, ഇത് ഈ കൊടുക്കണ പൈസ ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രിസ്ത്യാനിയെ കൊടുക്കണം നികുതി പണത്തിൽ നിന്നാണ്. എടുത്തതൊന്നല്ലോടെ ചോദ്യം. ഇതാ നിനക്കെപ്പോഴും ചോദ്യം മനസ്സിലായിട്ടില്ല. ഉസ്താദ് പറഞ്ഞ ചോദ്യം എന്തുവാണ്? 24 മണിക്കൂർ ഹിന്ദുവിനെ ഉണർത്തുക, ഹിന്ദുവിനെ ഉണർത്തുക, ഹിന്ദുവിനെ ഉണർത്തുക എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന KP ശശികല അടക്കമുള്ള ആളുകള് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ഈ സഹായം, പണം കൊടുത്ത് സഹായിക്കേണ്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പണം കൊടുക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. കേരള സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഈ കൊടുക്കണ കാശാരാണ്? ഇതൊക്കെ നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ കൊടുക്കണ ആ പൈസയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിക്ക് ഇതിനകത്ത് ചേർക്കേണ്ട മരിച്ച ഹിന്ദു സഹോദരന്മാര് കൊടുത്ത മുസ്ലിം ഇവര് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള വീഡിയോ ഇടണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. സത്യം പറയാനോ ഉസ്താദ്, നിങ്ങളുടെ മനസ്സിൽ ഈ മതം നിറഞ്ഞ് കവിഞ്ഞിരിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സമയം എനിക്കൊരിക്കലും അങ്ങനെ, ഒരു ഹിന്ദുവായ എനിക്കൊരിക്കലും ഉസ്താദിന്റെ മനസ്സിൽ അങ്ങനെ മതം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മനുഷ്യൻ ഈ അടുത്തൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതന്നെ വേണമെങ്കിൽ പറയാം ഒരു ഹിന്ദു പെൺകുട്ടിക്കാണ്, ഒരു പാവപ്പെട്ട വീട്ടുകാർക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തെരഞ്ഞെടുത്താ പോരെ, മുസ്ലിങ്ങൾ തെരഞ്ഞെടുത്താ പോരെ? അത് ചെയ്തില്ലല്ലോ. തന്റെ മുമ്പിലേക്ക് സഹായം ചോദിച്ചു വന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. നേരെ സഹായിക്കാൻ തയ്യാറാവുന്നു. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ അദ്ദേഹത്തിനുള്ളിൽ മതം നിറഞ്ഞു കവിഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരിക്കലും ഇവിടെ വർഗീയ പോസ്റ്റുകൾ ഇത്രയും കാലത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ അതേസമയം എവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായപ്പോൾ ഈ യൂസഫ് അലിയുടെ മാളിന്റെ ഉള്ളിലുള്ള മാപ്പിളാര് മുഴുവൻ ഹിന്ദുക്കൾ ആക്രമിക്കാൻ ഇറങ്ങും, യൂസഫ് അലിയുടെ മാളിന്റെ ഉള്ളിൽ ഫുള്ള് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നടക്കം പോസ്റ്റ് ഈ പറയുന്ന ഈ കെട്ടിയന്മാരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ രസകരമാണ്. ഏറ്റവും വലിയ രസം, ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ ജോലി ചെയ്തിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തുരത്തണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അടക്കം ഗൾഫിലുണ്ട് എന്നുള്ളതാണ്. ബാക്കി കേൾക്കാം. ഇത്തരത്തിലൊരു വീഡിയോ ഇടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇന്ന് സുരേഷ് ഗോപി സ്വന്തം അവിടുത്തെ MP ആണ്, സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് മരിച്ചവർക്ക് 1 ലക്ഷം രൂപ വീതം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെടുത്തണം? ഹിന്ദു അത് ഭയങ്കര രസാട്ടോ. സുരേഷ് ഗോപി ചേട്ടൻ ഇങ്ങോട്ട് വരാനുള്ള കാരണങ്ങൾക്ക് അറിയോ? പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അത്ര വന്നേ, അല്ലാതെ അദ്ദേഹത്തിന് വരാൻ തോന്നിയില്ല എന്നുള്ള പുതിയ സംഗതിയൊക്കെ വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് മാത്രം സമ്പത്തൊക്കെ മൂപ്പരയിലുണ്ടോ? എന്റെ പൊന്നു കുട്ട, ഇതാണ് പറയാനുള്ളത്. ഉസ്താദ് വർഗീയതൊന്നും പറഞ്ഞിട്ടില്ല. ഉസ്താദ് ഇങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് ഹിന്ദുത്വ വർഗീയത ഇവിടെ ഈ KP ശശികല അടക്കമുള്ള ആളുകളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് പോസ്റ്റൊക്കെ ഒന്ന് പോയി വായിച്ചു നോക്കി. എന്താണത്? എല്ലാറ്റിലും ഹിന്ദുക്കൾ എന്തോ ഒരു തെറ്റാണ്, ഹിന്ദുക്കൾ ഭയങ്കര പ്രശ്നമാണ്, മലപ്പുറത്തെ ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളായതിന് നമുക്ക് ഇതൊക്കെ കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ ഹിന്ദുക്കൾ ഉണർത്താൻ നോക്കുന്ന ആൾക്കാർ ആരെങ്കിലും 5 പൈസ കൊടുത്തോ എന്നുള്ളത് വെറുതെ ഉസ്താദിന്റെ നെഞ്ചത്തോട്ട് കയറാൻ പൊന്നു സുഹൃത്തെ. അപ്പൊ ബൈ.